ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ പറയണത് അർത്ഥമാറ്റിക്കൽ ഇൻ്റർപൊളേഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നാണ്. സിമ്പിളായിട്ടാണ് പറയാൻ പോണത്. അപ്പോൾ അർത്ഥമാറ്റിക്കൽ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ഇൻ്റർപൊളേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കോണ്ടൂർ ലൈൻസ് ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി ഇൻ്റർപൊളേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ലൈൻ. ഇത് എ, ഇത് ബി. അപ്പോൾ എയിലത്തെ റെഡ്യൂസ് ലെവൽ എനിക്ക് കിട്ടിയത് 100.2 ബിയിലത്തെ റെഡ്യൂസ് ലെവൽ എനിക്ക് കിട്ടിയത് 100.8. അപ്പോൾ 2 പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഫീൽഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന കോണ്ടൂർസ് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഇൻ്റർപൊളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർത്ഥമാറ്റിക്കൽ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യണേക്കാളും മുമ്പ് തന്നെ നമ്മൾ ആദ്യം തന്നെ കോണ്ടൂർ ഇൻ്റർവെൽ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കോണ്ടൂർ ഇൻ്റർവെല്ലായിട്ട് എടുക്കുന്നത് 20 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ 100.2, 100.4, 100.6. അപ്പോൾ ഇവിടെ 100.4 100.6 ഈ 2 കോണ്ടൂർസ് ഇതിൻ്റെ ഇടയിൽ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ 0.2 അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്ററാണ് ഇൻ്റർവെല്ലായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസും കൂടി വേണം. നമുക്ക് ഇൻ്റർപൊളേറ്റ് ആണെങ്കിൽ എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി വേണം. ഞാൻ ഒരു 20 മീറ്റർ ആയിട്ട് എടുക്കുകയാണ്. എ ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 മീറ്റർ. അപ്പോൾ ഫീൽഡിൽ നിന്ന് നമ്മൾ എന്തൊക്കെ എടുത്തു? എ ബി 2 പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവലുകൾ എടുത്തു. അതുപോലെ തന്നെ ആ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസും എടുത്തു, ഡിസ്റ്റൻസ് എടുത്തു. അപ്പോൾ 100.4 ഈ 100.4ൻ്റെ കോണ്ടൂർ ഈ ഡിസ്റ്റൻസിൽ എത്ര മീറ്ററിലാണ് വരണതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ടോട്ടൽ 20 മീറ്റർ ഉണ്ട്. ഇവിടെ എത്ര മീറ്റർ ആകുമ്പോഴാണ് 100.4 മീറ്റർ വരണതെന്ന് നമ്മൾ അർത്ഥമാറ്റിക്കൽ ഇൻ്റർപൊളേഷൻ റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 100.4 എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് എത്ര ഡിസ്റ്റൻസിൽ വരണേന്ന്. അപ്പോൾ 100.4 മൈനസ് നമ്മുടെ ഏലത്തെ കോണ്ടൂർ 100.2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മുടെ ബിയിലത്തെ റെഡ്യൂസ് ലെവൽ 100.8 മൈനസ് ഏലത്തെ നമ്മുടെ റെഡ്യൂസ് ലെവൽ 100.2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 20 മീറ്ററാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാൽക്കുലേറ്ററിൽ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ 100.4 മൈനസ് 100.2 അപ്പോൾ 0.2 വരും. 0.2 ഡിവൈഡഡ് ബൈ 0.6 വരും ഇൻറ്റു 20. ഇത് ചെയ്യുമ്പോൾ 0.2 ഡിവൈഡഡ് ബൈ 0.6 ഇൻറ്റു 20 ഞങ്ങൾ കാൽക്കുലേറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6.66 എന്ന് വരും. 6.66 മീറ്റർ. അപ്പോൾ 6.66 മീറ്ററിലാണ് 6.66 മീറ്ററിലാണ് 100.4 കോണ്ടൂർ വരിക. അപ്പോൾ 6.6 മീറ്ററിലാണ് 100.4 റെഡ്യൂസ് ലെവൽ വരുന്ന കോണ്ടൂർ വരുന്നതെന്ന് നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 100.6 ഈ 100.6 റെഡ്യൂസ് ലെവൽ വരുന്നത് എത്ര മീറ്ററിലാണെന്ന് കണ്ടുപിടിക്കണം. സെയിം മെത്തേഡ് തന്നെ ചെയ്യാം. നമുക്ക് അറിയാവുന്ന 2 റേഷ്യോസ് എടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതാം. 100.6 മൈനസ് 100.2 ഡിവൈഡഡ് ബൈ 100.8 മൈനസ് 100.2 ഇൻറ്റു ടോട്ടൽ ഡിസ്റ്റൻസ് 20. ഇത് ചെയ്യുമ്പോൾ 0.4 ബൈ 0.6 എന്ന് വരും ഇൻറ്റു 20.
അപ്പോൾ നോക്കി 13.33 എന്നാണ് കിട്ടിയത്. അപ്പോൾ 13.33 മീറ്റർ. അപ്പോൾ 13.33 മീറ്ററിലാണ് 100.6 വരിക. അപ്പോൾ ഇതാണ് അർത്ഥമാറ്റിക്കൽ ഇൻ്റർപോളേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ഇൻ്റർപോളേഷൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കോണ്ടൂറിംഗ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഈ ഒരു കോണ്ടൂറിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ അർത്ഥമാറ്റിക്കൽ ഇൻ്റർപോളേഷൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണണമെന്നില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സാമിൻ്റെ ടൈം അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ്ഫുള്ളായി വരുന്ന ടൈമിൽ കണ്ടാൽ മതി. ഞാൻ വീഡിയോ നേരത്തെ ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.